എൻ്റെ പേര് മുരുകനാണ്. ഞാൻ മറ്റേ റാംസൈഡ്സ് ക്രാപ്പ് സയൻസിൻ്റെ ഇടുക്കിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുണ്ട്. ഇടുക്കിയിലുള്ള കർഷകർക്ക് പറയാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ മേക്കപ്പ് ചെയ്ത് ഫാർമർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ തന്നെ റാംസൈഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നു. നമ്മൾ 2 വർഷങ്ങളായിട്ട് ആ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇടുക്കിയിൽ തന്നെ കുറേ ഫാർമേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏബിൾ ചോദിച്ചപ്പോൾ ഈ തോട്ടത്തിനുള്ള ഫാർമർ ഇത് കൊച്ചറയിലുള്ള ഒരു തോട്ടമാണ്. ഈ ഫാർമർ എപ്പോഴും റെഗുലർ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസറേ ഉള്ളൂ. ഫുൾ ആൻഡ് ഫുൾ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, ഐ മീൻസ് ദ്രവ വഴിയിലുള്ള വളങ്ങളേ ഉള്ളൂ. ഇപ്പോൾ റാംസൈഡ്സ് ഒരു 4 ദ്രവ വഴിയിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നു. അത് പുള്ളി നല്ലപോലെ ചെരിക്കും കൊടുത്തത് നമുക്കറിയാലോ. ചൂടുള്ള സമയത്ത് പൊട്ടാഷ്യം നല്ലപോലെ കൊടുക്കണം. പൊട്ടാഷിന് വേണ്ടി നമ്മളെ വീസോൾ എന്ന് പറയുന്ന നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് പുള്ളി നല്ലോളം അടിച്ചിട്ടുണ്ട്. 2 മാസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. പ്ലസ് സ്ട്രെസ്സിലിരുന്ന് റിലീവ് ആകാൻ നമ്മൾക്ക് കാൽസ്യം കൊടുക്കണം. പ്ലസ് പൂക്കുന്ന പൂ നല്ലപോലെ കാണാനും നമുക്ക് കാൽസ്യത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാൽസ്യത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റാംസൈഡ്സ് വീസോ വിട്ട് എന്ന് പറയുന്ന കാൽസ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീസോ വിട്ട് ഇത് രണ്ടും ഈ ഫാർമർ നല്ലോളം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ ഈ കാൻ്റെ എണ്ണിക്ക കണ്ടോ, ഈ സമയത്തിന് നല്ലോളം കാ പിടിത്തം 5 കാ 6 കാ വരെ ഉണ്ട്. ഈ സമയത്തിന് കാന ഒരു ഡ്രാപ്പിംഗ് പോലും ഇല്ല. ഇപ്പോഴും നല്ലോളം അരുമ്പുണ്ട്. പഴയ ചരങ്ങൾ കണ്ടോ എത്ര 1 2 3 4 5 6 7ാമത്തെ കായ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ടൈമുണ്ട് സീസൺ തുടങ്ങാൻ. ഈ ഇങ്ങനത്തെ കാ വരാൻ്റെ റീസൺ പുള്ളി വീസോളും വീസോവിട്ടും റിപ്പീറ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അതിന് കൂടത്തിൽ തന്നെ മഞ്ഞപ്പിഞ്ഞ് വീഴുന്ന പുളി. ഇപ്പോൾ എല്ലാ ഫാർമറും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മഞ്ഞപ്പിഞ്ഞ് പൊളിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രത്യേക ഒരു പ്രോഡക്റ്റ് ഉണ്ട്, റീസ്റ്റോർ. റാംസൈഡ്സിൻ്റെ റീസ്റ്റോർ. അതിനകത്ത് ഇരിക്കുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മൈക്രോ വിത്ത് NPK 3 എലമെൻസും അതിനകത്തുണ്ട്. മൈക്രോ ന്യൂട്രിയൻറ്റ്, മാക്രോ ന്യൂട്രിയൻറ്റ് വിത്ത് NPK. ഈ വീസോ വിട്ട് റീസ്റ്റോർ ഈ 3ഉം കൂടിയിട്ട് ഈ ഫാർമർ റിപ്പീറ്റഡായിട്ട് അടിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ കാ കണ്ടോ എത്ര കാ ഉണ്ട്. ഇത് ഒരു ചെടി മാത്രമല്ല, കുറേ വീഡിയോയിൽ ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഒരു ചെടിയെ കാണിക്കും. ആ പറമ്പ് പോലും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല. ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു ചെടി നല്ലതായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ പറമ്പ് നിങ്ങൾ ഫുള്ള് നോക്കിയാൽ പോലും ഫുള്ള് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെയാണ്. ഈ പറമ്പ് ഫുള്ളും ഇതുപോലെ തന്നെ കായ. പ്ലസ് ഒരു ഫാർമർ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം ഉണ്ടല്ലോ, അത് ഓക്കെ ആണോ എന്ന് എങ്ങനെയാണ് അവർ ജഡ്ജ് ചെയ്യും. നിങ്ങളും നല്ലപോലെ ഇനിയും കൂടുതലായിട്ട് ഇതിലോട്ട് പോകാം. ഓക്കെ, അതല്ല താങ്ക് യു. നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഏലകൃഷി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ സാറ് പറയുന്നത് പോലെ നമ്മൾ ചെഞ്ഞാലേ ഇവിടെ നല്ല നമ്മൾ ഒരു ഈൽഡിലോട്ട് പോകാൻ നല്ല സാധ്യതയുണ്ട്. എന്നാൽ സാർക്ക് നമുക്ക് ഒരു നന്ദി പറയാം. താങ്ക് യു.